സപ്തചിരഞ്ജീവികളിൽ അതീവ ശക്തനായ വീരഹനുമാൻ, ശ്രീരാമദേവന്റെ പരമഭക്തൻ, തൻ്റെ സ്വാമിയായ ശ്രീരാമന്റെ മുൻപിലല്ലാതെ മറ്റൊരാളുടെ മുൻപിലും തലകുനിക്കാത്ത പുരാണത്തിലെ ഏറ്റവും കരുത്തനായ ആഞ്ജനേയ സ്വാമി, രാവണന്റെ ലങ്ക ചുട്ടരിച്ച വീരൻ, രാമായണത്തിലെ കരുത്തനായ ആഞ്ജനേയ സ്വാമിയുടെ ആയുധങ്ങളും അദ്ദേഹത്തിൻ്റെ വാഹനവും. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. ചെറുപ്പത്തിൽ തന്നെ ഹനുമാന് ദേവകൾ നിരവധി അനുഗ്രഹങ്ങൾ നൽകി. വരുണദേവൻ അദ്ദേഹത്തിന് അമരത്വം നൽകി. തൻ്റെ ദണ്ഡായുധം ആഞ്ജനേയനെ ബാധിക്കുകയില്ലെന്ന് യമദേവനും ഗദായുധം ഹനുമാനെ സ്പർശിക്കുക പോലുമില്ലെന്ന് കുബേരനും തൻ്റെ ത്രിശൂലത്തിൽ നിന്നോ പാശുപതാസ്ത്രത്തിൽ നിന്നു പോലും ഹനുമാന് യാതൊരുവിധ ആപത്തും സംഭവിക്കുകയില്ലെന്ന് കൈലാസനാഥനായ ശ്രീ മഹാദേവനും അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ബ്രഹ്മാസ്ത്രമോ ബ്രഹ്മശിരാസ്ത്രമോ ഹനുമാനെ ബാധിക്കുകയില്ലെന്ന് സൃഷ്ടാവായ ബ്രഹ്മദേവനും അദ്ദേഹത്തിന് വരം നൽകി. അസ്ത്രശസ്ത്രങ്ങൾ യാതൊന്നിൽ നിന്നും ഹനുമാന് യാതൊരു അപകടവും സംഭവിക്കുകയില്ലെന്ന് ദേവഗുരുവായ ബൃഹസ്പതിയും ആഞ്ജനേയ സ്വാമിയെ അനുഗ്രഹിച്ചു. വീരയോദ്ധാവായ ഹനുമാന് പഞ്ചമുഖങ്ങൾ ഉള്ളതായിട്ടും 10 വിധത്തിലുള്ള ആയുധങ്ങൾ ഉള്ളതായിട്ടും പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഖഡ്ഗം, ത്രിശൂലം, ഖഡ്വാംഗം, പാശം, അങ്കുശം, പർവ്വതം, സ്തംഭം, മുഷ്ടി, ഗദ, വൃക്ഷം ഇവയാണ് ഹനുമാന്റെ 10 ആയുധങ്ങളായി പരാമർശിച്ചിരിക്കുന്നത്. രാമായണത്തിൽ ഉടനീളം ഹനുമാനെ ഗദാധാരിയായിട്ടാണ് കാണപ്പെടുന്നത്. കരത്തിൽ സദാസമയവും ഗദായുധം കാണപ്പെടുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രമുഖ ആയുധം ഗദയായി കരുതപ്പെടുന്നു. പർവ്വത ശിഖരം അടർത്തിയെടുത്തുകൊണ്ട് കൊടുങ്കാറ്റ് പോലെ രാക്ഷസ സൈന്യത്തിന് നേരെ പാഞ്ഞെടുത്ത ഹനുമാൻ ഉഗ്രകോപത്തോടെ ദ്രുമാക്ഷൻ എന്ന രാക്ഷസനെ ആക്രമിച്ചുവെന്ന് വാൽമീകി രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ പർവ്വത ശിഖരത്താൽ തന്നെ ആഞ്ജനേയൻ ദ്രുമാക്ഷനെ വധിക്കുകയും ചെയ്തു. നാരദ പുരാണത്തിലെ പൂർവഭാഗത്തിൽ നഖായുധനെന്നും ദന്തായുധനെന്നും ഹനുമാൻ സ്വാമിയെ വർണ്ണിച്ചിരിക്കുന്നു. രാമരാവണ യുദ്ധത്തിൽ അകമ്പകൻ എന്ന രാക്ഷസനെ വധിക്കുവാൻ ഹനുമാൻ ആയുധമായി ഉപയോഗിച്ചത് ഒരു വൻ വൃക്ഷത്തെയായിരുന്നു. തൻ്റെ കരുത്തുറ്റ മുഷ്ടിയും ആഞ്ജനേയ സ്വാമിക്ക് ശക്തമായ ആയുധം തന്നെയായിരുന്നു. യുദ്ധക്കളത്തിൽ വെച്ച് കുംഭകർണനെ ഹനുമാൻ തൻ്റെ മുഷ്ടിയാൽ മർദ്ദിച്ചവശനാക്കി. രഥാരൂഢനായി അഹങ്കാരത്തോടെ യുദ്ധക്കളത്തിലെത്തിയ രാവണനെ ഹനുമാൻ തൻ്റെ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചു. നെഞ്ചിൽ പ്രഹരമേറ്റ ദശമുഖ രാവണൻ അവശനായി രഥത്തിൽ വീണു. കരുത്തനായ ആഞ്ജനേയ സ്വാമിയുടെ മറ്റൊരു ശക്തമായ ആയുധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലാങ്കുലം അഥവാ വാൽ. രാമരാവണ യുദ്ധത്തിൽ രാവണനെ സഹായിക്കാനായി എത്തുന്ന പാതാള രാവണനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ കുംഭോദരനും എത്തുന്ന രംഗം കമ്പരാമായണത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ആകാശമാർഗം ശത്രു സൈന്യത്തെ നിരീക്ഷിക്കുന്ന അസുരന്മാർ കാണുന്നത് ഹനുമാൻ സ്വാമി തൻ്റെ വാൽ ചുരുട്ടി ഒരു കോട്ട തന്നെ നിർമ്മിച്ച് രാമലക്ഷ്മണന്മാരെ സംരക്ഷിച്ചിരിക്കുന്നതാണ്. മഹാഭാരതത്തിലെ കരുത്തനായ ഭീമസേനൻ പാഞ്ചാലിയുടെ ആവശ്യപ്രകാരം കല്യാണ സൗഗന്ധികം പുഷ്പത്തിനായി കദളീവനത്തിൽ പ്രവേശിക്കുമ്പോൾ തൻ്റെ മാർഗത്തിന് വിഘ്നമായി കിടന്ന ഹനുമാൻ സ്വാമിയുടെ വാൽ മാറ്റുവാൻ ശ്രമിച്ചു. എന്നാൽ ശക്തനായ ഭീമസേനൻ ആഞ്ജനേയന്റെ വാലൊന്ന് അനക്കുവാൻ പോലും സാധിച്ചില്ല. വീരഹനുമാന് തൻ്റെ എല്ലാ അവയവങ്ങളും അതിശക്തമായ ആയുധങ്ങളായിരുന്നു. തൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ഹനുമാൻ ഏതൊന്നിനെ സ്പർശിച്ചാലും അവയെല്ലാം അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളായി മാറി. മഹാശക്തനായ ഹനുമാന് വാഹനമാകുന്നതിന് യാതൊന്നിനും ശക്തിയില്ല. ഹനുമാന്റെ വാഹനമായി ഭവിക്കുന്നതിന് ഹനുമാന് മാത്രമേ ശക്തിയുള്ളൂ എന്ന് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഹനുമത് സഹസ്രനാമത്തിലെ ഒരു ശ്ലോകത്തിൽ ഹനുമാനെ വായുവാഹനൻ എന്ന് വർണ്ണിച്ചിരിക്കുന്നു. യുക്തി കൊണ്ട് ആ വർണ്ണന വാസ്തവം തന്നെയെങ്കിലും വായുവിന് പോലും ഹനുമാന്റെ ഭാരം വഹിക്കുവാൻ സാധിക്കില്ല. ഒരിക്കൽ കിഷ്കിന്ധയിൽ വെച്ച് ഹനുമാൻ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനെയും അനന്തന്റെ അവതാരമായ ലക്ഷ്മണനെയും തോളിൽ കയറ്റി വായുവേഗത്തിൽ സുഗ്രീവ സന്നിധിയിലേക്ക് കൊണ്ടുപോയ
അതുല്യ ബലശാലിയാണ്. അപ്രകാരമുള്ള അതിശക്തനായ വീരഹനുമാന്റെ വാഹനമായി ഭവിക്കുന്നതിന് ത്രിലോകങ്ങളിൽ ഒന്നിനും തന്നെ കഴിയുകയില്ല. വീരഹനുമാന്റെ വാഹനമായി ഒന്നിനെയും പുരാണങ്ങളിൽ പരാമർശിച്ച് കാണുന്നില്ല.